ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നെക്സസിൽ നിന്നും പുതിയൊരു സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സർവീസ് കേന്ദ്രങ്ങളും ഒരു ഫിൻടെക് കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒരു 4-5 മാസത്തോളമായിട്ട് ഈ ഒരു പ്രൊജക്റ്റുമായിട്ടുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കോഡിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി തിരക്കുകളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തി വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് nexuspay.in എന്ന് പറയുന്ന ഒരു ഫിൻടെക് പോർട്ടലാണ്. ഈ ഒരു പോർട്ടലാണ് ഇനി നവംബർ 1 മുതൽ ഇന്ത്യയിലെ എല്ലാ സേവന കേന്ദ്രങ്ങൾക്കുമായി നെക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. 2013 നെക്സസ് എന്ന കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് അത് പ്രഥമമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള സേവനങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത്. അതായത് അക്ഷയ സെൻറ്ററുകളിൽ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അവരുടെ അക്കൗണ്ട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സർവീസുകൾ ഓർഡറിലല്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അക്ഷയ ACE.in എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ആ സോഫ്റ്റ്വെയർ ഇപ്പോഴും കേരളത്തിലെ ഏകദേശം 2000-ഓളം അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോഴും വിജയകരമായിട്ട് തന്നെ അത് ഉപയോഗിച്ച് അവരുടെ സ്ഥാപനത്തിലെ കണക്കുകളും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനത്തിലേക്ക് വേണ്ട പല സർവീസുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എക്സ്ക്ലൂസീവായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അതുവഴി എല്ലാ അക്ഷയ സംരംഭകരും, നമ്മുടെ ക്ലയൻസ് ആയിട്ടുള്ള എല്ലാ അക്ഷയ സംരംഭകരും നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2013 അക്ഷയ ACE.in എന്നുള്ള പോർട്ടൽ ആരംഭിച്ച ശേഷം ഏകദേശം 2018 കൂടി നമ്മളത് nexus.in എന്നുള്ളൊരു പോർട്ടലിലേക്ക് അത് മാറ്റുകയും ഇപ്പോഴും വളരെ വിപുലമായിട്ട് അനേകം സർവീസ് സെൻറ്ററുകൾക്ക് ഈ ഒരു സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നെക്സസിൻ്റെ തന്നെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഫ്രാഞ്ചൈസികൾക്കും എല്ലാവർക്കും ഈ ഒരു സേവനങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ nexus.in എന്നുള്ള പോർട്ടൽ നമ്മുടേതായിട്ട് സർവീസ് സെൻറ്ററുകൾക്കായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മേജർലി നമ്മുടെ ഫ്രാഞ്ചൈസികൾക്കും അതുപോലെ തന്നെ അക്ഷയ സെൻറ്ററുകൾക്കും ഒക്കെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫിൻടെക് മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന നെക്സസ് എന്ന കമ്പനി അതിൻ്റെ ഒരുപാട് കയറ്റിറക്കങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തെല്ലാം, നമ്മൾ ഒരുപാട് കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പാണ്. ഫിനോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇസാഫ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ICICI ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുമായിട്ട് നമ്മൾ ഫിൻടെക് മേഖലയിൽ ധാരണയുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഏജൻസിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ പ്രോജക്റ്റിലും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം പൂർണ്ണമായിട്ടും ഒരു ഫിൻടെക് എന്നുള്ളൊരു സംവിധാനം അവർക്ക് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പല പോർട്ടലുകളായിട്ടാണ് എല്ലാ ഫിൻടെക് ഫ്രാഞ്ചൈസികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അനേകം പോർട്ടൽ, ഒരു കാര്യം ചെയ്യാൻ ഇപ്പോൾ റെയിൽവേ ടിക്കറ്റിനാണ് അതിന് വേറെ പോർട്ടൽ, അതുപോലെ തന്നെ മണി ട്രാൻസ്ഫറിന് വേറെ പോർട്ടൽ, മിനി ATM യൂസ് ചെയ്യാൻ വേറെ പോർട്ടൽ, അതേപോലെ തന്നെ പാൻ കാർഡിന് വേറെ പോർട്ടൽ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പോർട്ടലുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാ ഫിൻടെക് സെൻറ്ററുകൾക്കുണ്ട്. ഫിൻടെക് സെൻറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഏത് സെൻറ്ററിനെയും ഫിൻടെക് സെൻറ്ററുകളാക്കി മാറ്റാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്റ്റുഡിയോ ആയിക്കോട്ടെ, ഒരു മൊബൈൽ ഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഒരു ഓൺലൈൻ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് സ്ഥാപനങ്ങളെയും നിങ്ങൾക്കൊരു ഫിൻടെക് സെൻറ്ററായിട്ട് മാറ്റി നിങ്ങൾക്ക് നല്ലൊരു മികച്ച വരുമാനം അതിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട ടൂളുകളെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒരൊറ്റ പോർട്ടലിൻ്റെ അണ്ടറിലാക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നവംബർ 1 മുതൽ നമ്മുടെ പോർട്ടൽ ലോഞ്ചിങ് ആണ് nexuspay.in. ഇത് എക്സ്ക്ലൂസീവായിട്ട് നെക്സസ് തന്നെ ചെയ്ത സോഫ്റ്റ്വെയറാണ്, നെക്സസ് ടീം തന്നെ ചെയ്ത സോഫ്റ്റ്വെയറാണ്. അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളോ ബഗ്സോ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടീൻ്റെ ആവശ്യം ഇതിനകത്തില്ല. അപ്പോൾ അതാത് കമ്പനികളുമായി നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്ത്, ഇപ്പോൾ IRCTC ആയിട്ട് അഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ പാൻ കാർഡ് ആണെങ്കിൽ നമ്മൾ NSDL-ഉമായിട്ട് അഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ടും, അങ്ങനെ എല്ലാ കമ്പനികളുമായി അഗ്രിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്, ഈ ഒരു സർവീസ് ഈ പോർട്ടലിലൂടെ നിങ്ങൾക്കായിട്ട് തരുന്നത്. അതെല്ലാത്തിനും നിങ്ങളുടെ വാലറ്റിൽ ക്യാഷ് ഉണ്ടായാൽ മതി. ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഒരുപാട് സർവീസ് സെൻറ്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫിൻടെക് മേഖലയിൽ തന്നെ. മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് DMT ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിനായിട്ടുള്ള സേവന കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ പാൻ കാർഡ് സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന സെൻറ്ററുകൾ, പിന്നെ ഇതെല്ലാം ഒന്നിച്ച് ചെയ്തു കൊടുക്കുന്ന ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്.
എന്നാൽ ഇവരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരു പോർട്ടലിനകത്ത് കിട്ടില്ല ഒന്ന്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ്ങിൻ്റെ ഇഷ്യൂസാണ്. ഇപ്പോൾ പല ഏജൻസികളാണെങ്കിലും സപ്പോർട്ടിങ്ങിന് നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഹിന്ദി അറിയണം, ഇംഗ്ലീഷ് അറിയണം എന്നുള്ളൊരവസ്ഥ, അതും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു പല ഏജൻസികൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫിൻടെക് സെൻറ്ററുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് കമ്മീഷൻ. പല കമ്പനികൾക്കും പല കമ്മീഷൻ സ്ട്രക്ചറാണ്. പലർക്കും ഈ റീചാർജിലോ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫറിലോ ഒക്കെ വളരെ കുറഞ്ഞ കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലുള്ള പാക്കേജുകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതും ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലും വളരെ പിന്നിലാണ് പല സർവീസ് പ്രൊവൈഡേഴ്സും ഉള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം, ട്രാൻസാക്ഷൻസ് ഒക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞാലോ റിജക്ഷൻ ആയി കഴിഞ്ഞാലോ അത് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ കുറേ കാശ് അങ്ങനെയും പോകുന്നുണ്ട്. അതായത് ഏജൻസീൻ്റെ കുറേ ക്യാഷ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നെക്സസിന് അറിയാം, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മൾ ഈ ഫീൽഡിൽ ഇത്രയും കാലം ഉള്ളത് കൊണ്ട് തന്നെ 13 വർഷങ്ങളോളം ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം. ഇപ്പം നമ്മുടെ ഫിൻടെക് ഏജൻസ് ആണെങ്കിൽ പോലും നമ്മുടെ ഫ്രാഞ്ചൈസികളാണെങ്കിൽ പോലും നമ്മൾ വ്യത്യസ്തമായ പോർട്ടലുകളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുറേ പ്രശ്നങ്ങളും നമ്മളോട് പറയും, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നങ്ങളാണ്. ഈ കമ്മീഷൻ ആയാലും ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളായാലും ഫെയിലിയർ ഇഷ്യൂസ് ആയാലും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ nexuspay.in എന്നുള്ള പോർട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കോറായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് നെക്സസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനും ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കഴിയും. കാരണം ഇത് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസുകൾ പബ്ലിക്കിന് കൊടുക്കുന്നതിനും നല്ല കമ്മീഷൻ സ്ട്രക്ചറും അട്രാക്റ്റീവായിട്ടുള്ള കമ്മീഷൻ സ്ട്രക്ചറുമാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് കമ്പനികളാണ് അതിൻ്റെ പ്രോഫിറ്റുകൾ എടുത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി നമ്മുടെ ശ്രദ്ധയിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പോർട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സേവനങ്ങൾക്കും നല്ലൊരു കമ്മീഷൻ ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുകയാണ്. പിന്നെ അതേപോലെ തന്നെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകളാണ് നമ്മുടെ കമ്പനി ഈ ഒരു പോർട്ടലിൽ കൂടെ നിങ്ങൾക്ക് സർവീസ് നൽകുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ടിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ വർക്കിംഗ് ടൈമിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ടുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ അക്ഷയ സെൻറ്റേഴ്സിനോട് ചോദിച്ചാൽ മതി. നമ്മുടെ പോർട്ടൽ കഴിഞ്ഞ 10-13 വർഷമായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. nexus.in എന്നുള്ള പോർട്ടൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അടിക്കടിയുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിത്തിൻ 24 hours നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫ്രാഞ്ചൈസി ആയാലും അവരുടെ ഇഷ്യൂസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മളത് വളരെ എളുപ്പത്തിൽ തന്നെ സോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ മേഖല നെക്സസിനെ സംബന്ധിച്ചിടത്തോളം പുതുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളി സപ്പോർട്ട് തന്നെ നമ്മുടെ ഈ ഒരു nexuspay എന്ന സൈറ്റിലൂടെ നമ്മുടെ എല്ലാ റീറ്റെയിലേഴ്സിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ നേരമായി ഞാനിങ്ങനെ nexuspay എന്ന് പറയുന്നു. എന്തെല്ലാമാണ് ഇതിനകത്തുള്ള സർവീസുകൾ എന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ, DMT എന്ന് പറയും. ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം ഇഷ്ടംപോലെ കമ്പനികൾ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ രംഗത്തുണ്ട്. പക്ഷേ അതിൻ്റെ കമ്മീഷൻ സ്ട്രക്ചറുകളുടെ കാര്യത്തിലും അത് ഉപയോഗിക്കാനുള്ള ഈസിനെസ് അതിൻ്റെ ഒരു പ്രശ്നത്തിലും ഒരുപാട് പാളിച്ചകളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് തന്നെയാണ് നമ്മുടെ സൈറ്റിൽ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ മണി സെൻഡ് ചെയ്യുന്ന അയാൾ എന്ത് ചെയ്യണം, അയാളുടെ ഫിംഗർ വെച്ചിട്ട് ഇതിനകത്ത് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫറിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്ത ആൾക്ക് വൺസ് ഒരു കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് പിന്നെ മറ്റൊരു കമ്പനിയിലും അയാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേഷൻ. കാരണം ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ അറിയാലോ, നമ്മൾ അത് ഒരുപാട് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഇതൊന്നും പ്രശ്നമില്ലായിരുന്നു, മൊബൈൽ നമ്പർ വെച്ച് OTP കൊടുത്ത് ആ രീതിയിൽ മണി ട്രാൻസ്ഫർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു. ഇപ്പം മണി ട്രാൻസ്ഫർ ചെയ്യേണ്ട വ്യക്തി അയാളുടെ ഫിംഗർ വെച്ച് ആധാറുമായി അത് ഒത്തുനോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം അയാളെ ആ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മറ്റൊരു കമ്പനിയുടെ പോർട്ടലിലും അയാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഞങ്ങൾ തരുന്നൊരു സോഫ്റ്റ്വെയർ, ഈ സോഫ്റ്റ്വെയറുള്ള റീറ്റെയിലറിൻ്റെ അടുത്ത് അയാൾ രജിസ്റ്റർ ചെയ്ത്
കഴിഞ്ഞാൽ അയാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ അവിടെ തന്നെ ആ ഒരു കമ്പനിയുടെ സൈറ്റിൽ തന്നെ വരണം, അല്ലാതെ വേറൊരു സ്ഥലത്തും അയാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ കാരണം നമ്മുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ അവർ എന്താണെന്ന് മിസ്യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ലോ ഒക്കെ RBI കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം, DMT ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും വളരെ അട്രാക്റ്റീവായിട്ടുള്ള കമ്മീഷനാണ്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സേവനം കൂടി നമ്മൾ മണി ട്രാൻസ്ഫർ മേഖലയിൽ ഈ ഒരു പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് കോർപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ വെച്ച് മൊബൈൽ നമ്പറിൽ OTP വരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് മണി ട്രാൻസ്ഫർ 50,000 രൂപ വരെ വൺ ടൈം മണി ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഒരു സംവിധാനം കോർപ്പറേറ്റ് ട്രാൻസ്ഫറിലൂടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും കൃത്യമായിട്ട് ആ സെൻറ്ററിൻ്റെ മൊബൈലിൽ OTP വെരിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിലവിൽ മറ്റ് പോർട്ടലുകളിലൊന്നും അധികം അവൈലബിൾ അല്ലാത്ത ഒരു സംവിധാനമാണ് കോർപ്പറേറ്റ് മണി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിനെയും അതുപോലെ തന്നെ ബെനിഫിഷ്യറിനെയും വെരിഫൈ ചെയ്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പറും വെരിഫൈ ചെയ്തതിന് ശേഷം അതിലേക്ക് 50,000 രൂപ വരെ അയക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു കോർപ്പറേറ്റ് ട്രാൻസ്ഫറിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഒരു ഫിൻടെക് സെൻറ്റർ ആണെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പാൻ കാർഡിൻ്റെ ഏജൻസി എന്ന് പറയുന്നത്. നിലവിൽ നമുക്ക് പാൻ കാർഡ് ഏജൻസി NSDL നിന്നോ UTI നിന്നോ പ്രൊവൈഡ് ചെയ്യുന്നില്ല നിലവിൽ. അത് എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു ലോ വന്നതിന് ശേഷം അവർ ഡയറക്റ്റായിട്ട് ഏജൻസി കൊടുക്കുന്ന സംവിധാനം ഒഴിവാക്കിയതാണ്. ഇത് മുൻപുണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കുറേ ആളുകൾക്ക്, കേരളത്തിലെ കുറേ ഏജൻസികൾക്ക് നമ്മൾ ഡയറക്റ്റ് ഏജൻസി UTIയുടെയും NSDLൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടീം ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതൊക്കെ നെക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു വർഷമായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ്. അതിന് റീസ്റ്റാർട്ട് ചെയ്യുമെന്നും നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല. എന്നാൽ അതിന് മറ്റൊരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തുകയും അത് നമ്മുടെ സൈറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് ഔതറൈസ്ഡ് ആയിട്ട് പാൻ കാർഡിൻ്റെ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും കൂടി നമ്മൾ nexuspay.in ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് NSDLൻ്റെ ഔതറൈസ്ഡ് ഏജൻറ്റായി നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഔതറൈസ്ഡ് ഏജൻറ്റായി അംഗീകരിച്ചു. നിങ്ങൾക്ക് അവിടുന്ന് പാൻ കാർഡ് കറക്ഷനോ പാൻ കാർഡ് പുതിയതോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം 100 രൂപയുടെ താഴെ എമൗണ്ടിൽ നിങ്ങൾക്കൊരു പാൻ കാർഡ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് കസ്റ്റമർ അടുത്ത് നിന്ന് സർവീസ് ചാർജ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്മീഷൻ താരിഫ് തന്നെയാണ് പാൻ കാർഡ് സർവീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അടുത്ത പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിങ്ങും നമ്മൾ ഈ ഒരു സൈറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഇയർലി ഒരു ഫീസ് വരുന്നുണ്ട്. ആ സർവീസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇയർലി ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റെയിൽവേ ടിക്കറ്റ് ഏജൻസി മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാക്കി എല്ലാ സർവീസും ഞങ്ങൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ആദ്യത്തെ 50 റീറ്റെയിലേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഒരു ലോഞ്ചിങ് പീരീഡ് ആയതുകൊണ്ട് ലോഞ്ചിങ് ഓഫറായിട്ട് ആദ്യത്തെ 50 കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ സർവീസുകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇനീഷ്യലി 50 കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സർവീസ് ഏറ്റവും പെട്ടെന്ന് തന്നെ എടുത്ത് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ IRCTCയുടെ തൽക്കാൽ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സംവിധാനം, അതും നല്ല അട്രാക്റ്റീവായിട്ട് AC ടിക്കറ്റിനും അതുപോലെ തന്നെ നോൺ AC ടിക്കറ്റിനും അട്രാക്റ്റീവായിട്ടുള്ള കമ്മീഷനും നിങ്ങൾക്ക് ഈ പോർട്ടൽ വഴി അവൈലബിൾ ആയിരിക്കും. പിന്നെ മറ്റ് ഒട്ടനേകം സർവീസുകളുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈറ്റിൽ തന്നെ. മൊബൈൽ റീചാർജിങ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, വാട്ടർ ബിൽ പേയ്മെൻറ്റ്, ഫാസ്ടാഗ് റീചാർജ്, ഗ്യാസ് ബുക്കിംഗ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, ലാൻഡ് ലൈൻ ബിൽ പേയ്മെൻറ്റ്, DTH പേയ്മെൻറ്റ് തുടങ്ങിയ ഒട്ടനവധി സവിശേഷതകൾ ഈ ഒരു ഫിൻടെക് പോർട്ടലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ പുതുതായിട്ട് ഒരുപാട് സർവീസുകൾ പൈപ്പ് ലൈനിലുണ്ട്. അതെല്ലാം നിങ്ങളുടെ ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ പോർട്ടലിൽ കൂട്ടിച്ചേർക്കപ്പെടും. അതായത് ഇൻഷുറൻസ് വരുന്നുണ്ട്. അതായത് ഏറ്റവും അട്രാക്റ്റീവായ കമ്മീഷനോട് കൂടി ഇൻഷുറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫാസ്ടാഗിൻ്റെ ബിസിനസ്സിനകത്തുണ്ട്. അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ബിസിനസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സർവീസുകൾ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒരൊറ്റ പോർട്ടലിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതും ഇപ്പോൾ ആദ്യത്തെ 50 റീറ്റെയിലേഴ്സിന് അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ആർക്കൊക്കെ ഈ പോർട്ടൽ നമ്മൾ കൊടുക്കും, അതും ഒരു ചോദ്യമാണ്. കാരണം വെറുതെ നടക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ വെറുതെ ഒരു ബിസിനസ്സും ഇല്ലാത്ത ആളുകൾക്കോ കൊടുക്കുന്ന ഒരു പോർട്ടലല്ല ഇത്. കാരണം ഇതിനകത്ത് അത്രയും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സൈറ്റിൽ വരുന്നത്. കാരണം ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പാൻ കാർഡ്, അതുപോലെ തന്നെ റെയിൽവേ ടിക്കറ്റൊക്കെ എത്ര സീരിയസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള മണി ട്രാൻസ്ഫർ RBIയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഈ പോർട്ടൽ അനുവദിക്കുന്നുള്ളൂ.
ഈ പോർട്ടൽ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സൈറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തരും. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഷോപ്പിൻ്റെ ഒരു പ്രൂഫും ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യണം. ഷോപ്പിൻ്റെ ഒരു ഫോട്ടോയും ഒരു പ്രൂഫും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും മൊബൈൽ നമ്പറും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാവുകയുള്ളൂ. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോൾ വരും. വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ പെട്ടെന്ന് തന്നെ, അധികം ടൈമൊന്നും എടുക്കില്ല. വിത്തിൻ ഒരു 24 hours കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോസസ്സൊക്കെ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് അത് ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിനകത്ത് നിങ്ങൾക്കൊരു ഇതുപോലെയൊരു ഫിൻടെക് സർവീസ് സേവനങ്ങളും കൂടി, അതായത് മണി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി nexuspay.in എന്നുള്ള പോർട്ടലിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ സർവീസും ഒറ്റ കേന്ദ്രത്തിലൂടെ ലഭിക്കും. അതുമാത്രമല്ല, നെക്സസിൻ്റെ വിശ്വാസ്യത, സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം ബിസിനസ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ November 1 നമ്മളിത് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വെറുതെ കയറി രജിസ്റ്റർ ചെയ്യാതിരിക്കുക. വെറുതെ കയറി രജിസ്റ്റർ ചെയ്ത ഐഡികളൊക്കെ വിത്തിൻ 1 week കൊണ്ട് തന്നെ കട്ടായി പോകും. കാരണം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മളിതിലൊക്കെ വെച്ചിരിക്കുന്നത്. വാലറ്റിൽ ക്യാഷ് ലോഡായിട്ടില്ല, ബിസിനസ് ചെയ്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 1 week കൊണ്ട് തന്നെ സൈറ്റ് കട്ടായി പോകും. അപ്പോൾ നിങ്ങളതിൽ ബിസിനസ് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ വെറുതെ ബൾക്കായിട്ടുള്ള ഒരു രജിസ്ട്രേഷനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കൂടുതലായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഈ ബിസിനസ്സിലേക്ക് വരും. അപ്പോൾ സർവീസ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും November 1 വരെ വെയിറ്റ് ചെയ്യുക. കേരള പിറവി ദിനത്തിൽ നെക്സസ് നിങ്ങൾക്ക് ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ആദ്യത്തെ 50 റീറ്റെയിലേഴ്സിന് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു പോർട്ടൽ അനുവദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഉഷാറാക്കുന്നതിന് വേണ്ടി നെക്സസ് എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിട്ട് പുറകിൽ തന്നെയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഐ ആം സൈനിങ് ഓഫ്, സജിത് നായർ. താങ്ക് യു.